ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 19 അധ്യായം 38 വാക്യം. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. ഇന്ന് ഓശാന ഞായറാണ്. ഓശാന തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ഏവർക്കും നേരുന്നു. ഈശോയുടെ ജെറുസലേമിലേക്കുള്ള രാജകീയമായ പ്രവേശനം. ജനങ്ങളെല്ലാവരും ഓശാന പാടി അവനെ ജെറുസലേമിലേക്ക് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ്. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. പാപത്തിന് അടിമപ്പെട്ട ജനക്കൂട്ടങ്ങള് ഒരേ സ്വരത്തില് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. സന്തോഷത്തോടുകൂടി ഓശാന പാടി ജനങ്ങളെല്ലാവരും ഈശോയെ സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് നാം ഓശാന പാടുന്നുണ്ട് അല്ലെ. കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിൽ നിന്നാണ് രക്ഷിക്കേണ്ടത്? പാപത്തിൽ നിന്ന്, ചില പ്രലോഭനങ്ങളിൽ നിന്ന്, ചില അഴക്കദോഷങ്ങൾ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിലുണ്ട്. അതിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ. നിലവിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രലോഭനങ്ങളും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രയാസങ്ങളും സമർപ്പിച്ചിട്ട് പറയുക, ദൈവമേ ഞാൻ പലപ്പോഴും ഇതിന് അടിമപ്പെട്ടു പോകുന്നു. ചില അഴക്കദോഷങ്ങൾ എൻ്റെ ജീവിതത്തില് ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് വരികയാ. മാറ്റാനായിട്ട് പരിശ്രമിച്ചിട്ടും എൻ്റെ ദൈവമേ എനിക്കിതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. ഈശോയെ നീ ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് സ്വർഗരാജ്യം ഞങ്ങൾക്ക് നേടിത്തരണമേ. ഈശോയോട് നിലവിളിച്ചു പ്രാർത്ഥിക്കേണ്ട ദിനമാണ്. ഓശാന പാടുമ്പോൾ എൻ്റെ ഉള്ളിലും ഇങ്ങനെ പല ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. ചുമ്മാതെ ഓശാന പാടി പോവരുത്. കയ്യിൽ കുരുത്തോല പിടിച്ചുകൊണ്ട് പ്രദക്ഷിണമായിട്ട് നമ്മൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, നിലവിളിച്ച് ഓശാന പാടി പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. എന്നെ എന്തിൽ നിന്നാണ് രക്ഷിക്കേണ്ടത്? എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട്. അതിൽ നിന്നുള്ള മോചനം നേടാനായിട്ട് ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ ഈശോയോട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെയും രക്ഷിക്കും. അത്രയേറെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് അല്ലെ. എന്നെ സ്നേഹിച്ചിട്ട് എന്നെ രക്ഷിക്കാനായിട്ട് അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. തന്റെ അവസാന തുള്ളി രക്തം വരെ ഈശോ ചിന്തുന്നത് എന്നെ രക്ഷിക്കാനായിട്ട്. പക്ഷെ ദൈവസന്നിധിയിൽ ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിന്റെ ഉള്ളില് ആഴമായ വിശ്വാസത്തോടെ ആഗ്രഹമുണ്ടായിരിക്കണം. ഞാൻ എന്തിൽ നിന്നാണ് മോചനം നേടേണ്ടത്? ഓശാന പാടുമ്പോൾ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തിലെ ഏത് തഴക്ക ദോഷത്തിൽ നിന്നാണ് മോചനം നേടി വിശുദ്ധിയോടുകൂടി ഞാൻ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഈ ഓശാന തിരുനാളില് നമ്മുടെ ഉള്ളിലുള്ള ചില മോശമായ ചിന്തകളായിക്കൊള്ളട്ടെ, പ്രവൃത്തികളായിക്കൊള്ളട്ടെ, തഴക്ക ദോഷങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിരാശയായിക്കൊള്ളട്ടെ, പാപത്തിന് അടിമപ്പെട്ടു പോകുന്ന ആഗ്രഹങ്ങളായിക്കൊള്ളട്ടെ, ഈ ലോകമോഹങ്ങളുടെ പിന്നാലെയുള്ള ഓട്ടമായിക്കൊള്ളട്ടെ, ഇവയൊക്കെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് അവരോട് പ്രാർത്ഥിക്കുക. ഈശോയെ നീ ഇവയിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിച്ച് വിശുദ്ധിയോടുകൂടി നിനക്ക് ഇഷ്ടമുള്ള മകനും മകളുമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.